നമ്മുടെ ആദ്യത്തെ ഡിസീസ് ആൻജൈന പെക്ടോറിസ്. ഓക്കെ, ആൻജൈന പെക്ടോറിസിൽ തുടങ്ങാം. സോ ആൻജൈന പെക്ടോറിസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മയോകാർഡിയൽ ഇൻഫാർക്ഷന് മുമ്പുള്ളത്. നമുക്ക് മയോകാർഡിയൽ ഇൻഫാർക്ഷന്റെ വാർണിംഗ് സൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് മയോകാർഡിയത്തിലെ ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് മയോകാർഡിയം നശിച്ചു പോയാൽ അത് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. ഓക്കെ, സോ മയോകാർഡിയം നശിച്ചു പോയാൽ അത് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ആണ്. എന്നാൽ ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് ഇസ്കീമിയ വന്ന് നെഞ്ചുവേദന വന്നാൽ അത് ആൻജൈന പെക്ടോറിസ് ആണ്. സോ വാർണിംഗ് സൈൻ ഓഫ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, ദാറ്റ് ഈസ് ആൻജൈന പെക്ടോറിസ്. ആൻജൈന വേദന, പെക്ടോറിസ് പെക്ടോറൽ സൈഡിൽ, അതായത് നെഞ്ചിൽ, അതാണ് അർത്ഥം. ഇപ്പോൾ അതിറോസ്ക്ലെറോസിസ് ഉണ്ട്, കൊറോണറി ആർട്ടറി സ്പാസം ഉണ്ട്, അനീമിയ ആൻഡ് അയോർട്ടിക് സ്റ്റീനോസിസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഓക്കെ, അപ്പൊ അനീമിയയിൽ HB കുറയുന്നതുകൊണ്ട് ആവശ്യത്തിന് മയോകാർഡിയത്തിലൂടെ ഓക്സിജൻ കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന ഒരു കാര്യമാണ് അനീമിയ പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ആൻജൈന അല്ലെങ്കിൽ പാറ്റേൺസ് ഓഫ് ആൻജൈന, ഒരു 4 ടൈപ്പ് അല്ലെങ്കിൽ 4 പാറ്റേൺ ആണ് മെയിൻ ആയിട്ട് ആൻജൈന പറയുന്നത്. അതിൽ കോമൺ ആയിട്ട് പറയുന്ന 2 സ്റ്റേബിളും അൺസ്റ്റേബിളും. സോ സ്റ്റേബിളിനെ നമ്മൾ എക്സേർഷണൽ ആൻജൈന എന്നും പറയാറുണ്ട്. അപ്പൊ പേരിൽ തന്നെയുണ്ട് എക്സേർഷണൽ ആൻജൈന. ശരീരം അനങ്ങുമ്പോൾ മാത്രം, അല്ലെങ്കിൽ എക്സേർട്ട് ചെയ്യുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഒരു എക്സർസൈസ് ചെയ്യുമ്പോൾ മാത്രം പെയിൻ ഉണ്ടാകുന്നു, അതാണ് എക്സേർഷണൽ ആൻജൈന നമ്മൾ പറയുന്നത്. സോ പെയിൻ യൂഷ്വലി ലാസ്റ്റ് ലെസ് ദാൻ 15 മിനിറ്റ്സ്, 15 മിനിറ്റിൽ താഴെയേ ഉള്ളൂ. ഇനി റിലീവ്ഡ് ബൈ റെസ്റ്റ് ഓർ നൈട്രോഗ്ലിസറിൻ, റെസ്റ്റ് എടുത്താലും നൈട്രോഗ്ലിസറിൻ കഴിച്ചാലും കുറയും. യൂഷ്വലി നമ്മൾ സ്റ്റേബിൾ ആൻജൈനയുടെ പാറ്റേൺ പറയുന്നത്, വെറുതെ ഇരിക്കുന്നു, സാധാ കാര്യങ്ങളും ചെയ്താൽ ഇത് കുഴപ്പമില്ല. ശരീരം അനങ്ങുന്നു, ഹാർട്ട് റേറ്റ് കൂടി കഴിഞ്ഞാൽ നെഞ്ചുവേദന വരും. ഓക്കെ, ഈ നെഞ്ചുവേദന വരുമ്പോൾ നമ്മൾ നൈട്രോഗ്ലിസറിൻ കഴിച്ചാൽ 1 മിനിറ്റിനുള്ളിൽ പെയിൻ പോകും. ഓക്കെ, അതേസമയം റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ 10 മുതൽ 15 മിനിറ്റ്, യൂഷ്വലി ആവറേജ് 10 മിനിറ്റ് ആണ്, 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ പെയിൻ പോകും. ഓക്കെ, ഇതാണ് സ്റ്റേബിൾ ആൻജൈന. ഓക്കെ, അപ്പൊ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എപ്പോഴാണ് നെഞ്ചുവേദന വരുന്നത്. എനിക്ക് നെഞ്ചുവേദന വരുന്നത് എനിക്കറിയാം, ഞാൻ ശരീരം അനക്കിയാൽ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് പ്രഡിക്റ്റബിൾ ടൈപ്പ് ഓഫ് ആൻജൈന. നൈട്രോഗ്ലിസറിനിൽ 1 മിനിറ്റിനകത്ത് പെയിൻ നിൽക്കും, അതേസമയം റെസ്റ്റ് എടുത്താൽ 10 മുതൽ 15 മിനിറ്റിനകത്ത് പെയിൻ നിൽക്കും. ഇനി രണ്ടാമത്തേത് അൺസ്റ്റേബിൾ ആൻജൈന. അൺപ്രഡിക്റ്റബിൾ ആൻജൈന ആണ്. പ്രീ ഇൻഫാർക്ഷൻ ആൻജൈന എന്നും പറയാം. ആൻജൈന പെക്ടോറിസ് ആണ് വാർണിംഗ് സൈൻ എന്ന് പറഞ്ഞു. അതിന്റെ അവസാന ഏറ്റമാണ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. ആൻജൈന പെക്ടോറിസിൽ നിന്ന് ആള് നടന്നു തുടങ്ങിയിട്ടുണ്ട്, താമസിയാതെ മയോകാർഡിയൽ ഇൻഫാർക്ഷനിൽ എത്തും. അപ്പോൾ മയോകാർഡിയൽ ഇൻഫാർക്ഷനിലോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്ഥിതി, അതാണ് അൺസ്റ്റേബിൾ ആൻജൈന. അതായത് ഉടനെ MI ആകും. അപ്പോൾ കുറച്ച് മോശപ്പെട്ട സ്ഥിതി, അതാണ് അൺസ്റ്റേബിൾ ആൻജൈന അല്ലെങ്കിൽ പ്രീ ഇൻഫാർക്ഷൻ. AS അയോർട്ടിക് സ്റ്റീനോസിസ്, AS അയോർട്ടിക് സ്റ്റീനോസ് ആണ്. അയോർട്ട വാൽവ് ബ്ലോക്ക് ആവുന്നല്ലോ, അല്ലെങ്കിൽ സ്റ്റീനോസ് ആകുന്ന അവസ്ഥ. സോ അൺസ്റ്റേബിൾ ആൻജൈന അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ പ്രത്യേകിച്ച് ഒരു കാരണമോ ഒന്നുമില്ലാതെ ഈവൻ അറ്റ് റെസ്റ്റ് വരുന്ന നെഞ്ചുവേദന, അതുകൊണ്ടാണ് അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് പറയാൻ പറ്റില്ല, ചുമ്മാ ഇരിക്കുമ്പോഴും നെഞ്ചുവേദന വരും. ഓക്കെ, ഇനി പെയിൻ യൂഷ്വലി ലാസ്റ്റ് മോർ ദാൻ 15 മിനിറ്റ്സ്, നോട്ട് റിലീവ്ഡ് ബൈ റെസ്റ്റ് ഓർ നൈട്രോഗ്ലിസറിൻ. നൈട്രോഗ്ലിസറിൻ എടുത്താലും റെസ്റ്റിലും പെയിൻ മാറില്ല. കാരണം MIയിൽ മയോകാർഡിയൽ ഇൻഫാർക്ഷനിൽ നൈട്രോഗ്ലിസറിൻ എടുത്ത പെയിൻ പോകില്ലല്ലോ, റെസ്റ്റിലും പെയിൻ പോകില്ല. അപ്പൊ സെയിം കാര്യം തന്നെയായിരിക്കും പ്രീ ഇൻഫാർക്ഷൻ ആൻജൈനയിലും. ഈ 2 നടപടികളിലും പെയിൻ യൂഷ്വലി പോകാറില്ല. ഓക്കെ, ഇനി മൂന്നാമത്തേത് വേരിയന്റ് ആൻജൈന. അതിന് നമുക്ക് പ്രിൻസ് മെറ്റൽ ആൻജൈന എന്ന് പറയാം, നൊക്ടേണൽ ആൻജൈന എന്ന് പറയാം, വാസോസ്പാസ്റ്റിക് ആൻജൈന എന്ന് പറയാം. 4ഉം സെയിം ആണ്, വേരിയന്റ്, പ്രിൻസ് മെറ്റൽ, നൊക്ടേണൽ ഓർ വാസോസ്പാസ്റ്റിക്. ഓരോ പേരിലും ഉണ്ട്. യൂഷ്വലി രാത്രികളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പെയിൻ ആണ് ഈ പ്രിൻസ് മെറ്റൽ ആൻജൈന എന്ന് പറയുന്നത്. വാസോസ്പാസ്റ്റിക് ആണ്, അതായത് കൊറോണറി ആർട്ടറി സ്പാസം ആണ് ഇവിടുത്തെ കാരണം. സ്പോണ്ടേനിയസ് കൊറോണറി ആർട്ടറി സ്പാസം, അതായത് വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് കൊറോണറി ആർട്ടറി കൊണ്ടങ്ങ് കൺസ്ട്രിക്റ്റ് ആവും, ചുമ്മാ കൺസ്ട്രിക്റ്റ് ആവും. പ്രത്യേകിച്ച് ഒരു സ്റ്റിമുലയോ ഒരു റിസ്കോ ഒന്നും വേണ്ട, വെറുതെ ഇരിക്കുന്നവർക്ക് അങ്ങ് വരുന്നു. അങ്ങനെ കൊറോണറി ആർട്ടറി സ്പാസം വരുമ്പോഴേക്കും ബ്ലഡ് സപ്ലൈ കുറയുകയും നെഞ്ചുവേദന എടുക്കുകയും ചെയ്യും. ഓക്കെ, സോ കൊറോണറി ആർട്ടറി സ്പാസം ആണ് കാരണം. യൂഷ്വലി ബിറ്റ്വീൻ 12 midnight ആൻഡ് 8 AM ഇൻ ദ മോർണിംഗ്, അതായത് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയങ്ങളിലാണ് കൂടുതലും ഇത് സംഭവിക്കാറ്. ഇനി മറ്റൊന്ന്, സ്ത്രീകൾ, വിമൺ ആണ് കൂടുതലും അഫക്റ്റ് ആകുന്ന കൂട്ടര്. ഓക്കെ, ഇത് റിലീവ്ഡ് ബൈ നൈട്രോഗ്ലിസറിൻ ആണ്. ഓക്കെ, റെസ്റ്റിൽ റിലീവ് ആകുന്നു പറയണ്ടല്ല, കാരണം ഓൾറെഡി റെസ്റ്റിലാണല്ലോ അവര്. അപ്പോൾ കാരണം കിടന്നുറങ്ങുമായിരിക്കും. നൈട്രോഗ്ലിസറിൻ കൊടുത്തു കഴിഞ്ഞാൽ വാസോസ്പാസം തിരിച്ച് ഡയലേറ്റ് ആവും, അപ്പോഴേക്കും പെയിൻ പോകും. ഇനി നാലാമത്തേത് ആൻജൈന ഡെക്കുബിറ്റസ്. ഡെക്കുബിറ്റസ് നമ്മൾ പൊസിഷൻ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഡെക്കുബിറ്റസ് അൾസർ, പൊസിഷൻ കൊണ്ടുണ്ടായ അൾസർ. ഓക്കെ, സെയിം വേ ആൻജൈന ഡെക്കുബിറ്റസ്, പൊസിഷൻ മാറുമ്പോൾ നെഞ്ചുവേദന വരുന്നു. ആൻജൈന ഡ്യൂ ടു സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്, അതായത് കട്ടിൽ കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഇരുന്നു, ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹാർട്ട് റേറ്റ് കൂടുന്നു, നെഞ്ചുവേദന വരുന്നു.
അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ നെഞ്ചുവേന വരുന്നു. അപ്പൊ പൊസിഷൻ മാറുമ്പോൾ, ബോഡി പൊസിഷൻ മാറുമ്പോൾ നെഞ്ചുവേന വരുന്നതിനാണ് നമ്മൾ ആൻജീന ഡെക്കുബിറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 4 പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് പറയാറുണ്ട്, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് പറയാറുണ്ട്. 4 E's എന്നാണ് പറയുന്നത് 4 റിസ്ക് ഫാക്ടേഴ്സ്. ഒന്ന്, എക്സസീവ് ഫിസിക്കൽ എക്സേർഷൻ, ശരീരം അമിതമായിട്ട് അനങ്ങുന്നു. എക്സ്പോഷർ ടു കോൾഡ് എൻവയോൺമെന്റ് ലീഡ്സ് ടു വാസോ കൺസ്ട്രിക്ഷൻ, തണുത്ത എൻവയോൺമെന്റിൽ വാസോ കൺസ്ട്രിക്ഷൻ വരും, അങ്ങനെ നെഞ്ചുവേന വരാം. എക്സ്ട്രീം ഇമോഷണൽ റെസ്പോൺസ്, അതായത് സ്ട്രെസ്, മാനസിക പിരിമുറുക്കം, അപ്പൊ അഡ്രിനാലിന്റെ റിലീസ് കൂടും, അതുമൂലം വരാം. എക്സസീവ് ഇൻടേക്ക് ഓഫ് ഫുഡ്, ഓക്കെ, ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നു. അപ്പൊ ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ 2 കാര്യങ്ങളുണ്ട്, 2 വഴിയിൽ നമുക്ക് പറയാം. ഒന്ന്, അതിഭയങ്കരമായി ഭക്ഷണം വയറ് നിറച്ചും കഴിച്ചു. അപ്പൊ ഈ ഭക്ഷണം വയറ് നിറച്ചും കഴിക്കുമ്പോൾ ഡൈജഷൻ സ്വാഭാവികമായിട്ട് നടന്നേ പറ്റൂ. ഡൈജഷൻ നടക്കണമെങ്കിൽ അങ്ങോട്ട് ബ്ലഡ് സപ്ലൈ ഉണ്ടായാലേ പറ്റൂ. ബ്ലഡ് സപ്ലൈ GI ട്രാക്കിലോട്ട് പോവാതെ ഡൈജഷൻ നടക്കില്ല. അപ്പൊ എന്ത് പറ്റും, ബോഡിയിലെ മെയിൻ ആയിട്ടുള്ള ഏരിയയിലുള്ള ബ്ലഡ് സപ്ലൈ എല്ലാം കൂടി വലിച്ചെടുത്ത് GI ട്രാക്കിൽ വിടും. അപ്പോൾ ഓൾറെഡി കുറച്ച് റിസ്കിലുള്ള ഒരാളാണെങ്കിൽ ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും GI ട്രാക്കിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടുകയും ചെയ്യുമ്പോൾ നെഞ്ചുവേന വരാം. ഓക്കെ, അതാണ് മനസ്സറിഞ്ഞ് കഴിക്കുന്നതിനോടൊപ്പം നമ്മളെ ശരീരം അറിഞ്ഞ് കഴിക്കണം എന്നുകൂടി പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പൊ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാൽ പണി കിട്ടാം. ഇനി മറ്റൊന്ന്, കഴിക്കുന്ന ഭക്ഷണത്തിൽ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവ് കൂടുതലാണെങ്കിൽ, അതായത് അനിമൽ ഫാറ്റിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഗ്രാജുവലി ബ്ലഡ് വെസലിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് വന്ന് അടിഞ്ഞുകൂടി ബ്ലോക്ക് ആയിട്ട് നമുക്ക് പണി തരാം. അപ്പൊ 2 രീതിയിലും പ്രശ്നം വരാം. ഈ അമിതമായിട്ട് കഴിക്കുന്നു എന്ന് പറയുന്ന ഒരു അക്യൂട്ട് റെസ്പോൺസ് ആണ്. ഭയങ്കരമായിട്ട് വയറ് നിറയെ കഴിച്ചു കഴിഞ്ഞാൽ അക്യൂട്ട് ആയിട്ട് നെഞ്ചുവേന വരാം. സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവ് കൂടുന്നത് ഒറ്റയടിക്കൊന്നും വരുന്ന ഒരു പ്രശ്നമല്ല, അത് ഗ്രാജുവലി നമുക്ക് കിട്ടാവുന്ന പണിയാണ്. നമ്മൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ തല കറക്കം വരാം, ഉറക്കം വരാം. അതിന്റെ കാരണം ഇത് തന്നെയാണല്ലോ, കാരണം തലച്ചോറിലോട്ടൊക്കെയുള്ള ബ്ലഡ് സപ്ലൈ എല്ലാം വലിച്ചെടുത്ത് GI ട്രാക്കിൽ വിടുവാണ്. അങ്ങനെ വിട്ടില്ല എങ്കിൽ ദഹനക്കേട് വരും, കാരണം ദഹിക്കാൻ വേണ്ടി ബ്ലഡ് സപ്ലൈ വയറിലോട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബോഡി എന്തായാലും അങ്ങോട്ട് ബ്ലഡ് സപ്ലൈ വിടുന്നു, അങ്ങനെ വിടുമ്പോൾ ഉറക്കം വരുന്നു. അതുപോലെ തന്നെ ഹാർട്ടിലുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചുവേനയും വരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി സൈൻസ് ആൻഡ് സിംറ്റംസ്. മെയിൻ ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റം എന്താണ്? ആൻജൈന തന്നെയാണ്. സോ പെയിൻ ആണ്. സോ ജസ്റ്റ് പെയിൻ. ആൻജൈന എവിടെ ആണ് വരുന്നത്, എങ്ങനെയായിരിക്കും അതിന്റെ സിവിയറിറ്റി? സിവിയറിറ്റി ഈസ് മൈൽഡ് ടു മോഡറേറ്റ്. ഓക്കെ, അപ്പൊ മൈൽഡ് ടു മോഡറേറ്റ് ലെവലിലെ പെയിൻ ആണ്. സിവിയർ പെയിൻ ആൻജൈന പെക്ടോറസിൽ പറയാറില്ല. ഒരു കുത്തുന്ന ടൈപ്പ് പെയിൻ ആയിരിക്കും, പക്ഷെ അത് മൈൽഡ് ടു മോഡറേറ്റ് ലെവൽ ആയിരിക്കും. സബ്സ്റ്റേണൽ ആണ് പെയിൻ പറയുന്നത്, അതായത് സ്റ്റേണത്തിന്റെ ബാക്കിലാണെന്ന് പറയും. ഓക്കെ, സാധാരണ അധികം സൈഡിലോട്ട് എടുത്ത് പറയില്ല, റേഡിയേഷൻ ഉണ്ട്, പക്ഷെ അല്ലാതെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഏരിയ സ്റ്റേണത്തിന്റെ ബാക്കിലാണെന്ന് പറയും. സോ സബ്സ്റ്റേണൽ പെയിൻ ആണ്. ഇനി ആൻജൈനയിലെ പെയിൻ എന്ന് പറഞ്ഞാൽ പ്രിക്കിംഗ് ടൈപ്പ് ആയിരിക്കും. ഓക്കെ, പ്രിക്കിംഗ് ടൈപ്പ് പെയിൻ ആണ് സാധാരണ പറയുന്നത്. അതായത് നമുക്ക് കുറെ കൂടി സ്പെസിഫൈ ചെയ്ത് പറയാം, തുളഞ്ഞു കയറുന്ന പോലെ, കുത്തി കയറുന്ന പോലത്തെ വേദന ആണ് ആൻജൈന പെക്ടോറസ്. ഓക്കെ, അതേസമയം മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ആകുമ്പോൾ അത് ക്രഷിംഗ് പെയിൻ ആകും, ലെവൽ മാറും. ഇനി പെയിൻ വിത്ത് റെസ്റ്റ് 10 മിനിറ്റിൽ പെയിൻ പോകും, വിത്ത് നൈട്രോഗ്ലിസറിൻ 1 മിനിറ്റിൽ പെയിൻ പോകും. നേരത്തെ തൊട്ട് മുമ്പേ പറഞ്ഞിരുന്നല്ലോ. ഇനി റേഡിയേഷൻ ഉണ്ട്. റേഡിയേഷൻ എങ്ങോട്ടൊക്കെ? ജോ, നമ്മുടെ താടി, ഷോൾഡർ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ്, ഇത്രയും ഭാഗത്തേക്ക് റേഡിയേഷൻ വരാം. അപ്പൊ ഇതാണ് പെയിനിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, മൈൽഡ് ടു മോഡറേറ്റ് ടൈപ്പ് പെയിൻ ആയിരിക്കും, പ്രിക്കിംഗ് ടൈപ്പ് പെയിൻ ആയിരിക്കും, സബ്സ്റ്റേണൽ ആണ് ലൊക്കേഷൻ, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് റെസ്റ്റ് എടുത്താൽ 10 മിനിറ്റിൽ പോകും, നൈട്രോഗ്ലിസറിൻ 1 മിനിറ്റിൽ അതിനെ ഇല്ലാതാക്കും. പിന്നെ റേഡിയേഷൻ ഉണ്ട് ടു ജോ, ലെഫ്റ്റ് ഷോൾഡർ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ്. ഇത് ഇത്രയും വരുന്നത് സ്റ്റേബിൾ ആൻജൈനയിലാണ്. അൺസ്റ്റേബിൾ ആൻജൈനയിലാകുമ്പോൾ ഈ റെസ്റ്റിലൊന്നും പെയിൻ പോകുന്നില്ലല്ലോ, അപ്പൊ കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടേക്ക് വരും. രണ്ടാമത്തത് ലെവിൻ സൈൻ. ലെവിൻ സൈൻ ആണ് ഈ പിടുത്തം. നമുക്ക് നെഞ്ച് കയറുമ്പോൾ നമ്മൾ നെഞ്ച് ഇങ്ങനെ പിടിക്കുമല്ലോ, ഈ പിടിച്ചോണ്ടിരിക്കുമല്ലോ. ഇതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സൈൻ, ചെസ്റ്റ് പെയിന്റെ യൂണിവേഴ്സൽ സൈൻ എന്ന് പറയുന്നത്, നെഞ്ചിങ്ങനെ പിടിക്കുന്നത്. നമ്മൾ ചോക്കിങ്ങിന് യൂണിവേഴ്സൽ സൈൻ പറയുമല്ലോ, കഴുത്തിങ്ങനെ പിടിക്കുന്നത്. സെയിം നെഞ്ചുവേന വരുമ്പോൾ നെഞ്ചിൽ പിടിക്കുന്നു. അപ്പൊ ആ നെഞ്ചിൽ പിടിച്ചിരിക്കുന്ന പിടിക്കാണ് നമ്മൾ ലെവിൻ സൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ കൂടെ മാനസികമായിട്ട് ഒട്ടും സന്തോഷത്തിലായിരിക്കില്ല, ഭയങ്കര വെപ്രാളമായിരിക്കും, ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അതിനെയാണ് അപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആങ്സൈറ്റിയുടെ അടുത്ത ലെവലാണ് പറയുന്നത് അപ്രിഹെൻഷൻ. ആങ്സൈറ്റി കുറഞ്ഞത്, അപ്രിഹെൻഷൻ കൂടിയത്. സോ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, ഭയങ്കര വെപ്രാളം കാണും. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടും, വിയർക്കും, കൈയും കാലും ഒക്കെ വിറയ്ക്കും. ഓക്കെ, ഇതെല്ലാം വരുന്നു. സോ അപ്രിഹെൻഷൻ ഉണ്ട്. സോ ഇതാണ് സൈൻസ് ആൻഡ് സിംറ്റംസ് വരുന്നത്. ഓക്കെ, ഇനി ഡയഗ്നോസിസ്. ഡയഗ്നോസിസിൽ ECGയിൽ എന്ത് കാണാം? ST സെഗ്മെന്റ്
ഡിപ്രഷൻ കാണാം. ഓക്കെ, അപ്പൊ ST സെഗ്മെന്റ് ഡിപ്രഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ആണെങ്കിൽ എലിവേഷൻ വരും, പക്ഷേ ഇസ്കീമിയ ആയിട്ടുള്ളൂ എങ്കിൽ ST ഡിപ്രഷൻ ആയിരിക്കും കാണിക്കുന്നത്. ECG അന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അതേ കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. ST ഡിപ്രഷനെ കാണും. ഇസ്കീമിക് ചേഞ്ച് ആയതുകൊണ്ട് ഡിപ്രഷനേ ഉള്ളൂ. പിന്നെ കാർഡിയക് എൻസൈംസ് നോർമൽ ആയിരിക്കും, പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇവിടെ മയോകാർഡിയം നശിച്ചിട്ടില്ല. മയോകാർഡിയത്തിൽ ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ടേ ഉള്ളൂ. നശിച്ചു കഴിഞ്ഞ് മയോകാർഡിയം പൊട്ടുമ്പോഴാണ് എൻസൈം റിലീസ് ആകുന്നത്. ഇവിടെ മയോകാർഡിയം നശിച്ചിട്ടില്ല, മയോകാർഡിയം പൊട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻസൈംസ് വിൽ ബി നോർമൽ. ഓക്കെ, ഇനി മാനേജ്മെന്റിൽ ONA ആണല്ലോ ഫസ്റ്റ് ലൈൻ പറയുന്നത്. അതായത് ഓക്സിജൻ, നൈട്രോഗ്ലിസറിൻ ആൻഡ് ആസ്പിരിൻ ക്ലോപ്പിഡോഗ്രൽ. ഈ 3 പേരുമാണ് ഫസ്റ്റ് ലൈൻ. ഓക്സിജൻ കൊടുക്കുക, നൈട്രോഗ്ലിസറിൻ കൊടുക്കുക, അതിനോടൊപ്പം ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും കൂടി കൊടുക്കുക. ഇനി നൈട്രോഗ്ലിസറിൻ നമ്മൾ ഫസ്റ്റ് കൊടുത്തു, 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. സെക്കൻഡ് കൊടുത്തു, 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. തേർഡ് കൊടുത്തു. ഇതിന്റെ പാറ്റേൺ നേരത്തെ പറഞ്ഞു, നൈട്രോഗ്ലിസറിന്റെ കൂടെ തന്നെ പറഞ്ഞല്ലോ, 3 തവണ കൊടുക്കാം. ഓക്കെ, ഇനി AC ഇൻഹിബിറ്റേഴ്സ്, ബീറ്റ ബ്ലോക്കേഴ്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഒക്കെ സപ്പോർട്ടീവ് മാനേജ്മെന്റ് ആണ്. ഫോളിക് ആസിഡും വൈറ്റമിൻ B12 കാർഡിയാക് പ്രൊട്ടക്റ്റന്റ് ആണ്. അതിനോടൊപ്പം ആൻജൈന പെക്ടോറിസും ബ്ലോക്കും, അതായത് നമ്മുടെ കൊറോണറി ആർട്ടറി ബ്ലോക്കും തടയാൻ സഹായിക്കും എന്നാണ് പറയുന്നത് ഫോളിക് ആസിഡും വൈറ്റമിൻ B12. ഫോളിക് ആസിഡും വൈറ്റമിൻ B12 നമ്മൾ സാധാരണ എറിത്രോപോയിസിസിൽ പറയുന്നതാണ്. ഓക്കെ, അതായത് നമ്മുടെ അനീമിയ ഉണ്ടാക്കുമല്ലോ ഇവരുടെ രണ്ടുപേരുടെ അഭാവം. അതായത് RBC പ്രൊഡക്ഷന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട 2 ബൈ പ്രൊഡക്ട്സ് ആണ് ഫോളിക് ആസിഡും വൈറ്റമിൻ B12. അപ്പൊ ഈ 2 പേരെയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോക്കും കാർഡിയക് പ്രൊട്ടക്ഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും, ബ്ലോക്ക് ഇല്ലാതാകും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ബേസിക് ആയിട്ടുള്ള മാനേജ്മെന്റ് യൂഷ്വലി ഏകദേശം 3 liters per minute ആണ് നമ്മൾ ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇസ്കീമിയ റിലീവ് ആകാൻ വേണ്ടി. ഒരുപാട് ഹൈ ഫ്ലോയുടെ ആവശ്യം ഇല്ല. കാരണം ഇവിടെ SpO2 ഒന്നും ഡൗൺ ആവാറില്ല, സാച്ചുറേഷൻ ഒന്നും ഡൗൺ ആവുന്നില്ല. കാരണം സാച്ചുറേഷൻ പ്രോബ്ലം അല്ലല്ലോ. സാച്ചുറേഷൻ ഒക്കെ ലോ ആകുമ്പോഴാണ് നമ്മൾ കുറെ കൂടി ഹൈ ഫ്ലോ പോകുന്നത്. ഇവിടെ 3 to 4 liters മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഓക്സിജന്റെ അഭാവമല്ല പ്രശ്നം, ബ്ലോക്ക് ആണ് പ്രശ്നം. പിന്നെ ഹെഡ് ഏക്ക് അസോസിയേറ്റഡ് വിത്ത് നൈട്രോഗ്ലിസറിൻ കാണും, അപ്പൊ അതിനെ കുറിച്ച് പറയണം. BP ഫോൾ കാണും, ഹൈപ്പോടെൻഷൻ കാണും. അതുകൊണ്ട് തന്നെ ഈ നൈട്രോഗ്ലിസറിനോ മറ്റൊക്കെ എടുത്തിട്ട് ഉടനെ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല. ഓക്കെ, ഇനി അവോയ്ഡ് അബ്യൂസ് ഉദ്ദേശിക്കുന്നത് പുകവലി, മദ്യപാനം. അതിൽ തന്നെ മെയിൻ ആള് പുകവലിയാണ്. മദ്യപാനം നല്ലതെന്നല്ല, പക്ഷേ കമ്പയർഡ് ടു പുകവലി മദ്യപാനം പിന്നെയും തമ്മിൽ ഭേദം എന്ന് പറയാം. ഓക്കെ, പുകവലിയാണ് ഏറ്റവും വലിയ സീൻ. മാത്രമല്ല നമ്മൾ എപ്പോഴും നോട്ടിഫിക്കേഷൻസ് ഒക്കെ പറയുന്നത് എങ്ങനെയാണല്ലോ, അമിത മദ്യപാനം ഒഴിവാക്കുക കാരണം മദ്യപാനം അങ്ങോട്ട് ഒരു ലെവൽ മാറിക്കഴിയുമ്പോൾ വലിയ സീനാണ്, വലിയ പ്രശ്നമാണ്. അല്പമാണെങ്കിൽ പിന്നെയും ഓക്കെ എന്ന് പറയാം. കാരണം ദിവസേന ഒരു ചെറിയ ലെവലിൽ നമ്മൾ ഒരു 60 മില്ലിയൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ ആ ഉപയോഗിക്കുന്ന മദ്യവും നമ്മൾ പുറമേ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഭക്ഷണവും ഉണ്ടാക്കുന്ന ലിവർ ഡാമേജുകളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, അതിൽ വേറെ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. അതേസമയം പുകവലി അവോയ്ഡ് സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്, റെഡ്യൂസ് സ്മോക്കിംഗ് എന്നല്ല, അവോയ്ഡ് സ്മോക്കിംഗ്. പുകവലി പാടില്ല. പുകവലിക്ക് കൊണ്ട് ഒരു ഗുണവും പറയാനില്ല, പണി മാത്രമേ തരൂ. നമുക്കും നാട്ടുകാർക്കും ബാക്കിയുള്ളവർക്ക് ചുറ്റുപാടുള്ളവർക്കും എല്ലാം പണിയല്ലേ. അപ്പൊ അതുകൊണ്ട് അബ്യൂസിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സ്മോക്കിംഗ് ആണ്. മാത്രമല്ല സ്മോക്കിംഗ് അതിറോസ്ക്ലോറോസിസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, കൊറോണറി ആർട്ടറിയിലേക്ക് ബ്ലോക്ക് ഉണ്ടാക്കാൻ കാരണമാകുന്ന ഇൻഡിപെൻഡന്റ് റിസ്ക് ആണ് സ്മോക്കിംഗ്. ഇനി ലോ സാച്ചുറേറ്റഡ് ഫാറ്റ്, അതിനോടൊപ്പം സോഡിയം ഡയറ്റ്. സാച്ചുറേറ്റഡ് ഫാറ്റ് കുറയ്ക്കുക, അതായത് അനിമൽ ഫാറ്റ് കുറയ്ക്കുക. അനിമൽ ഫാറ്റ് ആണ് ഈ ബ്ലഡ് വെസലിലൊക്കെ വന്ന് അടിഞ്ഞു കൂടുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നല്ല, കുറയ്ക്കുക. ഓക്കെ, നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴും ബാലൻസ് കാണണം. സാച്ചുറേറ്റഡ് ഫാറ്റ് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് നല്ലതല്ല. അളവ് കുറയ്ക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ ബേസിക് ഡയറ്റിൽ ഏകദേശം 10% താഴെ മാത്രമേ ഒരു ദിവസം സാച്ചുറേറ്റഡ് ഫാറ്റ് വരാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ സോഡിയം കുറയ്ക്കണം. സോഡിയം ഹൈപ്പർടെൻഷൻ ഒഴിവാക്കാമല്ലോ. ഇടാം. ഒറ്റ സെക്കൻഡ്. വെയിറ്റ് കൺട്രോൾ അറിയാമല്ലോ. BMI ഞാൻ പോകേണ്ടതുണ്ടോ? BMI ഒക്കെ നിങ്ങൾക്ക് ഫണ്ടമെന്റൽസിലൊക്കെ പറഞ്ഞു കാണുമല്ലോ. BMI ഐഡിയൽ 18.5 to 24.9 ആണ്. ഓക്കെ, പറഞ്ഞല്ലോ. എന്തായാലും അഥവാ ബാച്ച് നിങ്ങളെല്ലാ ബാച്ചും ഉണ്ടല്ലോ, ചില ബാച്ചിന് പഠിപ്പിച്ചാണ്, മറ്റു ചില ബാച്ചുകൾക്ക് എന്തായാലും വരും. കാരണം ഫണ്ടമെന്റൽസിൽ പറയുന്നതാണല്ലോ, അതിലോട്ട് പോണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഐഡിയൽ BMI വേണമെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടേക്കുക. അറിയാത്തവരാണെങ്കിൽ 18.5 മുതൽ 24 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് BMI. എബവ് 30 നമ്മൾ ഒബേസിറ്റി, കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ പറയുന്നത്. പിന്നെ എബവ് 30 ഒബേസിറ്റി പറയും. പിന്നെ അതിനോടൊപ്പം
മുകളിലോട്ടും. എബോവ് 35 ആകുമ്പോഴേക്കും എക്സ്ട്രീം ഒബേസിറ്റിയും പിന്നെ മോർബിഡ് ഒബേസിറ്റിയും പറയുമല്ലോ. അത് നിങ്ങൾക്ക് എന്തായാലും പഠിപ്പിക്കും, ഫണ്ടമെന്റൽസിൽ പഠിപ്പിക്കും. ഓക്കെ. പിന്നെ ഉള്ളത് കൺട്രോൾ ഓഫ് LDL. LDL HDL കാര്യമൊക്കെ ലിപ്പിഡ് പ്രൊഫൈലിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ LDL കുറയ്ക്കണം, HDL കൂടി നിൽക്കണം, അതാണ് നല്ലത്. LDL 130 താഴെ ആയിരിക്കണം നല്ലത്. HDL 45-നും 60-നും ഇടയിലായിരിക്കണം, അതാണ് ഐഡിയൽ. ഓക്കെ. പ്രീവിയസ് സ്ലൈഡ്. BMI പീഡിയാട്രിക് BMI ആണോ ചോദിച്ചത്? പീഡിയാട്രിക് എഴുതിയിരിക്കുന്നത്. പീഡിയാട്രിക്കില് BMI സെയിം തന്നെയാണ്. പക്ഷെ പീഡിയാട്രിക്സിന് നമ്മൾ ഈ തുടക്ക സമയത്ത് ഒരു ഗ്രോത്ത് കർവ് പറയുമല്ലോ, ഗ്രോത്ത് കർവ് വെച്ചിട്ടല്ലേ മെയിൻ ആയിട്ട് നോക്കുന്നത്. BMI-യേക്കാളും കൂടുതൽ ഗ്രോത്ത് കർവിന്റെ എത്ര പെർസെന്റേജിൽ ഉണ്ട് എന്ന് പറയുമല്ലോ. പീഡിയാട്രിക്സിന്റെ ആ ഡീറ്റെയിൽ എനിക്കറിയില്ല എത്ര ശതമാനം നോക്കുന്നത്. പക്ഷെ പീഡിയാട്രിക്കിന് വളർച്ച എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയാനുള്ള ഗ്രോത്ത് കർവ് പറയും. ഓവർ ആണോ ലെസ് ആണോ നോക്കുന്നത്. അതല്ലാതെ BMI എല്ലാവർക്കും സെയിം തന്നെയാണ്. അതിന് കുട്ടികൾക്കോ അഡൾട്ടിനോ പ്രത്യേകിച്ചില്ലല്ലോ. നൈട്രോഗ്ലിസറിൻ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, സോറി. അത് പീഡിയാട്രിക് എന്ന് മാത്രം കണ്ടപ്പോ ഇത് സംസാരിച്ചു വന്നുകൊണ്ട് അതിനിടയിൽ ഞാൻ വിചാരിച്ചു പീഡിയാട്രിക്കിന് സെപ്പറേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാണ്. സോറി. അപ്പൊ പീഡിയാട്രിക്കില് നിങ്ങൾക്ക് എടുത്തു. ഓക്കെ. അപ്പൊ എന്തായാലും പീഡിയാട്രിക്സിൽ നിങ്ങൾക്ക് എല്ലാ ബാച്ചിലും എടുക്കും, പിന്നെ ഫണ്ടമെന്റൽസിലും എടുക്കാറുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ. സോറി, ഞാൻ പീഡിയാട്രിക് കണ്ടപ്പോ അതാ ചോദിച്ചതാണെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ. നൈട്രോഗ്ലിസറിൻ ഓണ ഓക്സിജൻ നൈട്രോഗ്ലിസറിൻ ആൻഡ് ആസ്പിരിൻ പ്ലസ് ക്ലോപ്പിഡോഗ്രൽ, അതാണ് ഓണ. ഓക്കെ. അത് നമ്മുടെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ MI ആകുമ്പോൾ ഓണം എന്നാവുമല്ലോ, എമ്മും കൂടെ കയറും. ഇത് വരുമല്ലോ, മോർഫിനും കൂടെ വരുമല്ലോ. പിന്നെ നൈട്രോഗ്ലിസറിൻ അഡ്മിനിസ്ട്രേഷൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പറയാം. മീൻസ് LDL 130 താഴെ പോകണം എന്നാണ് പറയുന്നത് ഐഡിയലി. 110 താഴെയാണ് ഏറ്റവും ബെസ്റ്റ്, പക്ഷെ 130 താഴെയെങ്കിലും നിൽക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. നൈട്രോഗ്ലിസറിൻ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വീട്ടിലാണ് എന്ന് കരുതുക. ഓക്കെ. ഓൾറെഡി ഞാൻ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ആൻജിന പെക്ടോറസ് കൊണ്ട് അറ്റ് റിസ്ക് ആണ് എന്നാണെങ്കിൽ വീട്ടിലാണ് ഞാൻ. അപ്പോ നെഞ്ചുവേന വന്നാൽ ഉടനെ നൈട്രോഗ്ലിസറിൻ നാക്കിനടിയിൽ വയ്ക്കുന്നു. ഓക്കെ. എന്നിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു, എന്നിട്ട് നോക്കുന്നു നെഞ്ചുവേന മാറിയോ അതോ അതുപോലെ തന്നെ ഉണ്ടോ, മാറ്റമില്ല എന്നാണെങ്കിൽ രണ്ടാമതും ടാബ്ലറ്റ് നാക്കിനടിയിൽ വയ്ക്കുന്നു. ഓക്കെ. അപ്പൊ ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞു, സെക്കൻഡ് ടാബ്ലറ്റ് വെച്ചു. സെക്കൻഡ് ടാബ്ലറ്റ് വെച്ചിട്ട് അടുത്ത 5 മിനിറ്റ് നോക്കുവാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ടാബ്ലറ്റ് വെച്ചു, 5 മിനിറ്റ് നോക്കി, മാറ്റമില്ല. സെക്കൻഡ് ടാബ്ലറ്റ് വെച്ചു, 5 മിനിറ്റ് നോക്കി, മാറ്റമില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, തേർഡ് ടാബ്ലറ്റ് വയ്ക്കും, അതിന്റെ കൂടെ ഹെൽത്ത് കെയറിനെ നോട്ടിഫൈ ചെയ്യും. അതായത് ആംബുലൻസ് എന്താണെന്ന് വെച്ചാൽ നോട്ടിഫൈ ചെയ്യും. കാരണം പിന്നെ റിസ്ക് എടുക്കില്ല. മൂന്നാമത്തെ ടാബ്ലറ്റ് വെച്ച് കവറപ്പ് ചെയ്യുന്നതിന്റെ കൂടെ ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ട് മാറ്റമില്ലെങ്കിൽ ഇനിയൊന്നും ചെയ്യാനില്ല, എത്രയും പെട്ടെന്ന് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ പോകണമെന്നാണ്. അപ്പൊ രണ്ടാമത്തെ ടാബ്ലറ്റ് വെച്ചു, 5 മിനിറ്റ് നമ്മൾ നോക്കി, മാറ്റമില്ല എന്നാണെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ മൂന്നാമത്തെ ടാബ്ലറ്റ് വയ്ക്കുന്നതിന്റെ കൂടെ തന്നെ ഹെൽത്ത് കെയറിനെ അറിയിക്കും, ആംബുലൻസിനെ മറ്റോ വിളിക്കും ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ ചെയ്യാൻ. അതായത് ആ 5 മിനിറ്റ് ടൈം ഗ്യാപ്പ് നമുക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റി എത്താനുള്ള ഒരു ഗ്യാപ്പായിട്ട് ഇട്ടുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകും. ഇനി ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിൽ വെച്ചാണ് ഇത് നടക്കുന്നതെങ്കിൽ നെഞ്ചുവേന വന്നു, ആദ്യമേ ടാബ്ലറ്റ് കഴിച്ചു, 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു, മാറ്റമില്ല. രണ്ടാമത് ടാബ്ലറ്റ് വെച്ചു, 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു, മാറ്റമില്ല എങ്കിൽ മൂന്നാമത്തെ ടാബ്ലറ്റ് വയ്ക്കുന്നതിൻ്റെ കൂടെ നമ്മൾ കൺസൾട്ടന്റിനെ വിളിക്കും. ഓക്കെ. കാരണം കൺസൾട്ടന്റ് എപ്പോഴും ഇവിടെ കാണണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ കൺസൾട്ടന്റിനെ അറിയിക്കും. ഇപ്പൊ വീട്ടിലാണെങ്കിൽ ആംബുലൻസ് വിളിക്കും, സമയം ഹോസ്പിറ്റലിലാണെങ്കിൽ കൺസൾട്ടന്റിനെ അറിയിക്കും. ഇതാണ് ഇതിന്റെ ആക്ച്വൽ പ്രോട്ടോകോൾ വരുന്നത്.